ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ബലാത്സംഗ കേസുകൾ അതിനെപ്പറ്റിയാണ്. ഞാൻ ശക്തമായിട്ട് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ആർക്കാണ് ഇത്രയും പേടി? ഏതവനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ ഏതെങ്കിലും അവന്മാരാണോ, അതോ എതിർചേരിയിലുള്ള ആളുകൾക്കാണോ ഇത്രയും പേടി? കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ പിന്നാലെ നടന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് കേസുകൾ കൊണ്ടുവരുന്നു. വാലും തലയും ഇല്ലാതെ ഒരു മെയിൽ പരാതി അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ പ്രസിഡൻറ്റിന് ഫോർവേഡ് ചെയ്യുന്നു. അദ്ദേഹം അത് വലിയ പുണ്യാളത്തം ചമഞ്ഞുകൊണ്ടങ്ങ് വേറെ SITക്ക് അയക്കുന്നു. SIT വരുന്ന് ചാടി പിടിക്കുന്നു, ഇറങ്ങുന്നു, അദ്ദേഹത്തെ പാതിരാത്രി പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, രാഹുലെ, നിന്നെ ആർക്കൊക്കെയോ നല്ല പേടിയുണ്ട്. നല്ല പേടിയെന്ന് വെച്ചാൽ നീ പുറത്ത് ഇതേ കണക്ക് ഘോരം വാദിച്ചുകൊണ്ട് പുറത്ത് നിന്നാൽ കയറിക്കൊള്ളുന്ന പല അവന്മാരും, അതിന് നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളതാണെങ്കിലും ഉറപ്പാണ് നിന്നെ പേടിയാണ് ആർക്കൊക്കെയോ. അതാണ് നിൻ്റെ പിന്നാലെ കഴുകന്മാരെ പോലെ ഇവരിങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത് പറയാനെന്ന് പറഞ്ഞാൽ, രാഹുൽ മൂന്നാം ബലാത്സംഗ കേസിൽ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുത്ത് പുറത്ത് നിൽക്കുകയാണ്. ഇനിയും വരുന്നുണ്ട്. അടുത്ത ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. രണ്ടാമതൊരെണ്ണം വന്ന് അത് പിന്നെ എങ്ങോട്ട് പോയി എന്ന് നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതായത് രാഹുലിനെ പേടിയുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനു വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു സാമാന്യം ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് രാഹുലെ, നിന്നോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിന്നെ പേടിക്കുന്നവർമാർക്ക് വേണ്ടി നീ ഒരിക്കലും നിൻ്റെ രാഷ്ട്രീയ ജീവിതം കളഞ്ഞു കുളിക്കരുത്. നീ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകരുത്, ഒരിക്കലും പോകരുത്. യവന്മാർക്കൊക്കെ എതിരെ ഇവൻ്റെയൊക്കെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്ന് എന്ത് വന്നാലും നേരിടണം.